എല്ലാവർക്കും നമസ്കാരം. കേരള PSCയുടെ ഡിഗ്രി ലെവൽ ഫേസ് 2 എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. 25/5/2024 നടന്ന ഈ പരീക്ഷ ഫേസ് 1 കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള എക്സാമാണെന്നാണ് കണക്കാക്കേണ്ടത്. 2 പോർഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ GK അതുപോലെ തന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന രീതിയിൽ 2 പോർഷനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് GK പോർഷൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള സെക്ഷനായിട്ട് അനുഭവപ്പെട്ടേക്കാം. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. മാത്രമല്ല ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമുക്ക് വേൾഡ് അഫയേഴ്സിലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിലും വേൾഡ് ഹിസ്റ്ററി ഇൻ ജനറൽ, അതുപോലെ എക്കണോമിക്സ് എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. എക്കണോമിക്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അതുകൊണ്ട് തന്നെ 60 മാർക്ക് എന്ന് പറയുന്നത് കുറേയും കൂടെ അച്ചീവ് ചെയ്യാൻ നന്നായി പഠിച്ചവർക്ക് മാത്രമാണ് 60-ൽ മുകളിൽ മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് പാറ്റേൺ നോക്കാം. കാരണം ഏതൊക്കെയാണ് റിപ്പീറ്റഡ് അല്ലാതെ വന്നത്, കാരണം അതൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ടൈം കൺസ്ട്രെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ടൈം പൊതുവേ കുറച്ച് കുറവ് തന്നെയായിരുന്നു ഈ 1.25 മണിക്കൂറിനുള്ളിൽ ഇത്രയും ലെങ്തി ആയിട്ടുള്ള പേപ്പർ ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന GK ക്വസ്റ്റ്യൻസിലാണെങ്കിലും ചിലത് ഇപ്പോൾ ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം ഇങ്ങനെ പറഞ്ഞത് സ്വരാജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്. അതുപോലെ താഴെ പറയുന്നതിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 1604 സാമൂതിരിയായിട്ടുള്ള ഏത് ഡച്ച് ക്യാപ്റ്റനാണ് ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ചില എക്കണോമിക് ക്വസ്റ്റ്യൻസും വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോൺസെപ്ഷ്യലി ഭയങ്കര ഡീപ്പായിട്ടുള്ള ചോദ്യമായിരുന്നു. അതായത് എക്കണോമിക് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. GST കൗൺസിലിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ പേസ് എന്ന് പറഞ്ഞൊരു സാറ്റലൈറ്റിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അതായത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. വേൾഡ് അഫയേഴ്സ് എന്ന ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എക്കണോമിക്സ് എന്നുള്ള ചോദ്യങ്ങളും വളരെയധികം ടഫർ ചോദ്യങ്ങളായിരുന്നു. കാരണം GST കൗൺസിൽ, അതുപോലെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ അംഗങ്ങളിൽ എത്രയുണ്ട് എന്നൊക്കെ ഉള്ള കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതുപോലെ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെയധികം കോൺസെപ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആണ് ചോദിച്ചിരിക്കുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 പ്രൊവിഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ഇല്ലെന്നല്ല, സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന GK സെഷനിൽ ടഫാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന കട്ട് ഓഫിൽ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന കാര്യത്തിൽ 60 മാർക്ക് എന്ന് പറയുന്നൊരു ബെഞ്ച് മാർക്ക് എത്തണമെങ്കിൽ വളരെയധികം ടൈം നന്നായിട്ട് മാനേജ് ചെയ്യും, അതുപോലെ തന്നെ പ്ലാൻ ചെയ്യും, അറ്റംപ്റ്റ്സ് മാക്സിമം ആക്യുറേറ്റ് ആക്കുകയും ചെയ്തവർക്ക് മാത്രമാണ് 60+ എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്താൻ കഴിയുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം GK ഒരു 20 ക്വസ്റ്റ്യൻസോളം ടഫായിരുന്നു. മാത്സ്, മലയാളം, ഇംഗ്ലീഷിൽ മാത്സ് ചെയ്യാനുള്ള സമയവും ഈ 1.25 മണിക്കൂർ എന്ന രീതിയിൽ സമയപരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റേഷനും കൂടി ഉള്ള സ്ഥിതിക്ക് 60+ എന്ന് പറയുന്നത് നല്ല സ്കോറുമാണ്. 60+ പോസിറ്റീവ് മാർക്സ് ഈ പറയുന്ന നെഗറ്റീവ് കൊണ്ട് കഴിഞ്ഞിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ നന്നായി മാനേജ് ചെയ്ത് നമുക്ക് മാത്രം പറ്റുന്നത്.